രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ചരിത്രപരമായ പരിഷ്കാരത്തിന് ഒരുങ്ങുന്നു. 2 പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന ഈ നിയമത്തിന് പകരമായി കൂടുതൽ ലക്ഷ്യബോധമുള്ളതും നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതുമായ വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ 2025 അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. എന്താണ് പുതിയ ബിൽ? അത് എങ്ങനെ ഗ്രാമീണ ഇന്ത്യയെ മാറ്റുമെന്നും നമുക്കിനി പരിശോധിക്കാം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ VBG റാംജി ബിൽ നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനപരമായ തൊഴിലവകാശം എന്ന ആശയം നിലനിർത്തുന്നുണ്ട് എങ്കിലും ലക്ഷ്യങ്ങളിലും പ്രവർത്തന രീതികളിലും നിർണായകമായ മാറ്റങ്ങൾ വരുത്തുന്നു. പദ്ധതിയുടെ മേൽനോട്ടം നിർവഹിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാരിനു കീഴിൽ കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലും സംസ്ഥാന സർക്കാരുകൾക്കു കീഴിൽ സംസ്ഥാന ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലുകളും രൂപീകരിക്കുന്നതിന് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര സംസ്ഥാന തലത്തിലെ സംയോജനത്തിനായി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും പുതിയ നിയമത്തിനുള്ളിൽ രൂപീകരിക്കും. നേരത്തെ കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയമായിരുന്നു പദ്ധതി നിയന്ത്രിച്ചിരുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പ്രധാനമായും ദാരിദ്ര്യ ലഘൂകരണത്തിനും 100 ദിവസത്തെ തൊഴിലുറപ്പിനും ഊന്നൽ നൽകിയിരുന്നു. എന്നാൽ VBG റാംജി മിഷന്റെ കാഴ്ചപ്പാട് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒന്നാമത്തേത് സുസ്ഥിര ഉപജീവനമാണ്. പുതിയ പദ്ധതിയുടെ മുഖ്യ ഊന്നൽ തൊഴിലാളികളുടെ വ്യക്തിഗത ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിൽ ആയിരിക്കും. കിണറുകൾ, കന്നുകാലി ഷെഡുകൾ, കമ്പോസ്റ്റ് കുഴികൾ പോലുള്ള ഉൽപാദനക്ഷമമായ ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. രണ്ടാമതായി പറയുന്നത് നൈപുണ്യ വികസനമാണ്. ഗ്രാമീണ തൊഴിലാളികളെ കേവലം അവിദഗ്ധ തൊഴിലാളികളാക്കി നിലനിർത്താതെ അവർക്ക് നിർമ്മാണം, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയിൽ ആവശ്യമായ നൈപുണ്യം നൽകാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ വരുമാനമുള്ള ജോലികളിലേക്ക് മാറാൻ സഹായിക്കും. 3. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കലാണ്. താൽക്കാലിക തൊഴിൽ എന്നതിലുപരി ഗ്രാമത്തിന്റെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ജോലികൾക്കാണ് മുൻഗണന നൽകുക. പുതിയ പദ്ധതി പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും. വേതനം വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും ജോലിക്ക് ഹാജരാകുന്നതിലെ കൃത്യത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും സൂചനയുണ്ട്. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചതോടെ ഇന്നലെ ബിൽ അവതരിപ്പിച്ചില്ല. ബിൽ പ്രകാരം 60:40 എന്ന രീതിയിൽ പദ്ധതി വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ വിധിക്കും. നേരത്തെ പദ്ധതി വിഹിതത്തിന്റെ 100% കേന്ദ്ര സർക്കാരായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ പദ്ധതിയുടെ 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ പദ്ധതി വിഹിതം 90:10 എന്ന അനുപാതത്തിൽ വീതിക്കും. പദ്ധതി വിഹിതത്തിൽ മാറ്റം വരുത്തിയെങ്കിലും വേതന നിരക്ക് പഴയപടി തുടരും. വർഷത്തിൽ 100 തൊഴിൽ ദിനം എന്നതിന് പകരം 125 തൊഴിൽ ദിനമാക്കി ഉയർത്താനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഗ്രാമീണ മേഖലയെ ഉയർത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഇത് എന്നും തൊഴിലുറപ്പ് പദ്ധതിയെ കാലോചിതമായി നവീകരിച്ച് കൂടുതൽ ഫലപ്രദമാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. എന്നാൽ ഈ നീക്കം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാതലായ തൊഴിലവകാശം എന്ന നിയമപരമായ ഉറപ്പിനെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ പേര് കേൾക്കുന്നത് പോലും BJPക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പെരുമാറ്റമെന്നും KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി.